വല്ലാർപാടം റെയിൽപാത പൂർണ്ണമായും പ്രവർത്തന സജ്ജമായെന്ന് റെയിൽവേ ഡിവിഷണൽ മാനേജർ രാജീവ് ദത്ത് ശർമ്മ. കണ്ടെയ്നർ ടെർമിനലിലേക്കുള്ള റെയിൽപാത പരിശോധിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടപ്പള്ളിയിൽ നിന്ന് വല്ലാർപാടം ICTയിലേക്ക് 40 കണ്ടെയ്നർ പ്ലാറ്റ്ഫോമുകളുള്ള ട്രെയിൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിച്ചു. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. അടുത്ത മാസം 11-ന് ടെർമിനൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. സംസ്ഥാനത്തിന്റെ വികസന പാതയിൽ പുതിയ നാഴികക്കല്ലായിരിക്കും വല്ലാർപാടം ടെർമിനൽ. ഫെബ്രുവരി ആദ്യവാരം തന്നെ ടെർമിനലിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദുബായ് പോർട്ട് വേൾഡ്. വല്ലാർപാടം ടെർമിനലിലേക്കുള്ള റെയിൽപാതയും ദേശീയപാതയും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനോടകം ഒരുങ്ങിക്കഴിഞ്ഞു. കപ്പൽചാലിന്റെ ആഴം കൂട്ടുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ടെർമിനൽ യാർഡിന്റെയും ഓഫീസ് സമുച്ചയത്തിന്റെയും നിർമ്മാണവും പൂർത്തിയായി. ചരക്ക് നീക്കം വേഗത്തിലാക്കുന്നതിനായി കളമശ്ശേരിയിൽ നിന്നും വല്ലാർപാടത്തേക്ക് നിർമ്മിച്ച 2 വരി പാത ഗതാഗത സജ്ജമാണ്. 4 വരി പാതയുടെ പണികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മാർച്ചിൽ 4 വരി പാത തുറക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. റെയിൽവേ പാതയുടെ വൈദ്യുതീകരണവും പരീക്ഷണ ഓട്ടവും പൂർത്തിയാക്കി റെയിൽവേയും ഉദ്ഘാടനത്തിന് സജ്ജമായി. കണ്ടെയ്നർ നീക്കം സുഗമമാക്കുന്നതിനായുള്ള റോറോ സർവീസ് ഫെബ്രുവരി മധ്യത്തോടെ സേവനം തുടങ്ങും. വല്ലാർപാടത്ത് നിന്ന് വെല്ലിംഗ്ടൺ ഐലൻഡിലേക്കും തിരിച്ചും കണ്ടെയ്നർ നീക്കത്തിന് സിംഗപ്പൂരിൽ നിന്നെത്തിച്ച ഡബിൾ എൻഡ് ഫെറിയാണ് ഉപയോഗിക്കുക. നിലവിൽ വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള കണ്ടെയ്നർ ടെർമിനലിന്റെ പ്രവർത്തനമാകും ആദ്യഘട്ടത്തിൽ വല്ലാർപാടത്തേക്ക് മാറ്റുക. പക്ഷേ ആദ്യമായി ICTയിലെത്തുന്ന കപ്പൽ ഏതാണ് എന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. മെയിൻ വെസൽ വിഭാഗത്തിൽപ്പെടുന്ന വലിയ കപ്പലുകളുടെ വരവ് സംബന്ധിച്ചും അന്തിമ തീരുമാനമായിട്ടില്ല. മനോരമ ന്യൂസ്,